കാറിൻ്റെ ടയർ ആൻഡ് വീൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായി ലൂസ് ഡേർട്ട് എല്ലാം കളയുന്നതിന് വേണ്ടിയിട്ട് വീലും ടയറിൻ്റെ ഉൾഭാഗവും ഒക്കെ നല്ലപോലെ വൃത്തിയായിട്ട് പ്രഷർ വാഷർ വെച്ചിട്ട് റിൻസ് ചെയ്തെടുക്കുക. അടുത്തതായി ഒരു കളർ ചേഞ്ചിങ് വീൽ ക്ലീനിങ് സ്പ്രേ ചെയ്തിടുക മുഴുവനായിട്ട്. അതെന്താണെന്ന് അറിയാത്തവർക്കായി ഞാനിതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണേണ്ടവർ മുകളിൽ ഐ ബട്ടൺ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ആ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ അയൺ റിമൂവർ സ്പ്രേ ചെയ്തിട്ടതാണ്. ഈ അയൺ റിമൂവർ കളർ ചേഞ്ചിങ് അയൺ റിമൂവറാണ്. ഇതിന് അയൺ പാർട്ടിക്കിൾസ് അതിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വയലറ്റ് കളറായിട്ട് മാറും. അപ്പോൾ അത് കണ്ടില്ല, ഇതിൻ്റെ മേലെ കംപ്ലീറ്റ് തുരുമ്പുണ്ട്. അതുകൊണ്ടാണ് ഈ വീല് കംപ്ലീറ്റ് ഇങ്ങനെ കളർ മാറി ഇങ്ങനെ ഒലിച്ച് വരുന്നുണ്ട്. ഫ്രണ്ട് അലോയ് ഇതിൽ കംപ്ലീറ്റ് തുരുമ്പുണ്ട്, അതാണ് ഇതിങ്ങനെ കളർ മാറി വരുന്നത്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇതിൻ്റെ മേലെ അയൺ റിമൂവർ ഇട്ട് ഫുള്ള് വാഷ് ചെയ്തു. ഇപ്പോൾ ഇത് ഡീഗ്രീസറും അയൺ റിമൂവറും കൂടെ മിക്സ് ചെയ്തതാണ്. പിന്നെ വേറെ ഒരു കെമിക്കലും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ രണ്ടാമത് നമ്മൾ അടിച്ചിട്ടിട്ട് ഈ ബ്രഷ് വെച്ചിട്ട് ഉൾഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്യാം. അപ്പം ഈ അലോയ് വീലിൻ്റെ കംപ്ലീറ്റ് നല്ല ഷൈനിങ് ഉണ്ടാവും. ഈ അയൺ പാർട്ടിക്കിൾസും തുരുമ്പും കംപ്ലീറ്റ് പോവും. നല്ല ഷൈനിങ് ഉണ്ടാവും. പഴയ കമ്പനിയിൽ നിന്ന് ഇറങ്ങിയ സമയത്തുള്ള ഒരു ഷൈനിങ് ഇതിന് തിരിച്ച് കിട്ടുന്നതാണ്. ഇതിങ്ങനെ ഫുള്ളിങ്ങനെ മറ്റേ അയൺ റിമൂവർ അടിച്ച പോലെ തന്നെ നമ്മൾ അടിച്ചിടുക. ഇത് കുറച്ച് സമയം ഇങ്ങനെ തന്നെ വെക്കണം. അടിച്ചതിന് ശേഷം ബ്രഷ് കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഡീഗ്രീസർ സ്പ്രേ അതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് വീലിൻ്റെ മേലെ വെച്ചതിന് ശേഷം പ്രഷർ വാഷർ വെച്ച് ക്ലീൻ ചെയ്ത് കളയാം. അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു വീൽ ബ്രഷ്, ഒരു ബക്കറ്റ് വെള്ളം, പിന്നെ അതുപോലെ സോപ്പി ലിക്വിഡ് എടുത്ത് ബ്രഷിൻ്റെ മേലെ ഡയറക്റ്റ് ഒഴിക്കുക. ഡയല്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ തന്നെ ഒഴിച്ചതിന് ശേഷം ബ്രഷ് ഉപയോഗിച്ച് ടയറിൻ്റെ മേലെ നല്ലപോലെ വൃത്തിയായിട്ട് റബ്ബ് ചെയ്യുക. കുറച്ച് ഹാർഡായിട്ട് റബ്ബ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേർട്ടെല്ലാം പോകണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നല്ലപോലെ പോകുന്നത് വരെ നല്ലപോലെ റബ്ബ് ചെയ്ത് കളയാം. സെയിം പ്രൊസീജിയർ തന്നെ എല്ലാ ടയറിൻ്റെ മേലെയും ചെയ്യണം. നല്ലപോലെ വൃത്തിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ വീലും റബ്ബിങ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഷർ വാഷർ ഉപയോഗിച്ച് നല്ലപോലെ റിൻസ് ചെയ്ത് കളയുക. നമ്മളെല്ലാ ടയറും നല്ലപോലെ വൃത്തിയായിട്ട് റബ്ബ് ചെയ്ത് കഴിഞ്ഞു. പ്രഷർ വാഷർ വെച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു ടയർ ഫോമിംഗ് ലിക്വിഡ് അതിൻ്റെ മേലെ നമ്മൾ സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ടേർട്ടിൽ വാക്സിൻ്റെ ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റാണ്. ഒരു US പ്രൊഡക്റ്റാണിത്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഇത് നല്ല ഷൈനിങ് ഉണ്ടാവും ടയർ നമ്മളിത് അടിച്ചു കഴിഞ്ഞാൽ. ഇതുപോലെ നല്ലപോലെ സ്പ്രേ ചെയ്തിടുക. ഇത് ടയർ വെറ്റായിരിക്കുമ്പോൾ തന്നെ അടിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തുടച്ചതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷവും അടിക്കാം. പിന്നെ ഇത് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ടയറിൻ്റെ മേലെ അത്രയ്ക്കൊന്നും അങ്ങോട്ട് ചളി ഇല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു ഫോമിംഗ് ലിക്വിഡ് ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് ഡ്രൈ ആയിരിക്കുന്ന ടയറിൻ്റെ മേലെ നമ്മൾ അടിച്ചിട്ട് കഴിഞ്ഞിട്ട് നമ്മളൊരു ക്ലോത്ത് വെച്ച് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടയർ നല്ല വൃത്തി ഉണ്ടാവും. അത് ഓവർ ചളി നമ്മളുടെ ടയറിൻ്റെ മേലെ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് മാത്രം ഉപയോഗിച്ചാൽ മതി. ബാക്കിയുള്ള പ്രോസസ്സെല്ലാം നമുക്ക് സ്കിപ്പ് ചെയ്യാം. സ്ഥിരം പറയുന്ന പോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. ആമസോൺ ലിങ്കാണ് എല്ലാം. ടയർ ഫോം അടിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം. ഏകദേശം ഇപ്പോൾ ഈ കാണുന്ന രീതിയിലുള്ള ഒരു
രീതിയിലേക്ക് എത്തും. അതിനുശേഷം നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് എക്സസ് ആയിരിക്കുന്ന ഫോം കംപ്ലീറ്റ് നമ്മൾ തുടച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് കാണാം അതിൻ്റെ ആ ഒരു ഷൈനിങ് കണ്ടില്ലേ, നമ്മൾ പുതിയ കാർ നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന സമയത്തുള്ള ആ ഒരു ഷൈനിങ്ങിലേക്ക് നമ്മളുടെ വീലും നമ്മളെ ടയറും എത്തിയിട്ടുണ്ട്. കണ്ടൻറ്റ് നന്നായാൽ വീഡിയോയ്ക്ക് ലൈക്കും സബ്സ്ക്രൈബും താനേ വരും. അപ്പോൾ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. പുതിയൊരു വീഡിയോയ്ക്ക് നമ്മൾ വീണ്ടും കാണുന്നത് വരെ